Assalamu alaikum. Welcome back to our channel Snack Time Kerala. അപ്പോൾ ഇന്നൊരു തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീട്ടിലെല്ലാവരുടെ വീട്ടിലുണ്ടാവുന്ന ഒരു ഇലവർഗ്ഗമാണ് മുരിങ്ങയില. അപ്പോൾ അത് വെച്ചിട്ടൊരു സിമ്പിളായിട്ടുള്ളൊരു തോരൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. അപ്പോൾ കുറച്ച് മുരിങ്ങയില എടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള മുരിങ്ങയില എടുക്കുക. ഈ മുരിങ്ങയിലേക്ക് വേണ്ട മുട്ട എടുത്തിട്ടുണ്ട്. ഞങ്ങളിവിടെ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ എരിവിന് ആവശ്യമായ പച്ചമുളക് 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാള. ഇത് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാന് ചൂടായതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ മസ്റ്റാണ് കേട്ടോ, വേറൊരു ഓയിലും ഒഴിക്കരുത്. അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ച് സവാള ഇട്ട് കൊടുക്കുക. നല്ല തിന്നായിട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതേപോലെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. സവാള അങ്ങോട്ട് വഴന്ന് കഴിഞ്ഞാൽ നമ്മൾ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പച്ചമുളകും കൂടി ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇത് നല്ല പോലെ വഴന്ന് കിട്ടണം. അപ്പോൾ നമ്മളെല്ലാവരും വീട്ടിലുണ്ടാവുന്ന ഒരു ഇതാണ് മുരിങ്ങയില. അപ്പോൾ എല്ലാവരും ഇതൊന്നും എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റാണ്. ചോറിലേക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ്, ഉപ്പേരിയാണ്. ഇനി നമ്മൾ മുരിങ്ങയില ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുരിങ്ങയില ഇട്ട് കൊടുക്കാം. മുരിങ്ങയില ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നല്ല പോലെ, നമുക്ക് ഇടുമ്പോൾ വിചാരിക്കും തോനുണ്ടെന്ന് വിചാരിക്കും, പക്ഷേ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത് മനസ്സിലാവുള്ളൂ. ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് വഴഞ്ഞ് കൊടുത്താൽ അത് ഒന്നും ഉണ്ടാവില്ല, കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നല്ല പോലെ ഒന്ന് വഴന്ന് കിട്ടണം മുരിങ്ങയില ഇട്ടിട്ട്. അപ്പോൾ നമുക്കറിയാം മുരിങ്ങയില ഒരുപാട് നല്ലതാണ്, നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണമുള്ളൊരു ഇലയാണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ സ്കിന്നിന്, നമ്മുടെ മുടിക്ക് ഒക്കെ നല്ലോണം ഗ്രോത്ത് വരുന്ന ഒരു സംഭവമാണ് ഈ മുരിങ്ങയില. പിന്നെ നമ്മുടെ ലിവറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാൻ നല്ലൊരു സാധനമാണ് ഈ മുരിങ്ങയില. പിന്നെ നമ്മളെ സ്റ്റൊമക്ക് കംപ്ലയിൻറ്റ്സ്, നമുക്കറിയാം, നമുക്ക് ഡൈജഷൻ ശരിയല്ലെങ്കിൽ നമ്മൾ പറയും മുരിങ്ങയില കഴിച്ചാൽ ചിലപ്പോൾ ശരിയാവും എന്നൊക്കെ പറയും. അപ്പോൾ അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും ബാക്ടീരിയൽ ഡിസീസ് ഉണ്ടെങ്കിൽ അത് പ്രിവെൻറ്റ് ചെയ്യാൻ അതിനെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ എല്ലൊന്ന് ബലം വെപ്പിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മൂഡ് ഡിസോർഡേഴ്സിനൊക്കെ വളരെ നല്ലതാണ്. അതേപോലെ നമ്മൾ ലാക്ടേറ്റിംഗ് ചെയ്യുന്ന അമ്മമാർക്കൊക്കെ ആണെങ്കിൽ അവർക്ക് പാല് വർദ്ധിക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നൊരു ഇലവർഗ്ഗമാണ് മുരിങ്ങയില. ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ മുരിങ്ങയില നല്ലോണം ആയി വന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് അങ്ങോട്ട് വേവാൻ പാടില്ല, വെന്ത് കഴിഞ്ഞൊരു കയ്പ്പാണ് വരുന്നത്. അപ്പോൾ ഒന്നങ്ങോട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മുട്ട പൊട്ടിച്ച് ഒഴിക്കാം. അപ്പോൾ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഓരോന്നായിട്ട് നമുക്ക് പൊട്ടിച്ചൊഴിക്കാം. മുട്ടയും കൂടി ഒഴിച്ചിട്ട് അപ്പോൾ നമ്മൾ ഓരോ മുട്ട വെച്ച് ഇങ്ങനെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ 4 പൊട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എല്ലായിടത്തും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മുരിങ്ങയിലയിൽ ഫുള്ള് മുട്ട ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലായിടത്തും നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളൊന്ന് ലോ ഫ്ലെയിമിലാണ് ഇപ്പോൾ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മുട്ട ഇട്ടതിന് ശേഷം ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇടുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അടി പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. നല്ല പോലെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ മുട്ട നമ്മളെ മുരിങ്ങയിലയിൽ നല്ലോണം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മുരിങ്ങയിലയും മുട്ടയും നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ആ ഒരു ഉപ്പേരി എന്ന് പറയുന്നത് തോരൻ നല്ലൊരു കോമ്പിനേഷനാണ്. പിന്നെ നമ്മൾ ഈ നോൺ വെജ് പറ്റാത്തവർക്ക്, മുട്ട പറ്റാത്തവർക്ക് ഈ മുരിങ്ങയിലയിൽ തേങ്ങ ചിരകിയിട്ട് ഇട്ടിട്ടും കാണലുണ്ട്. പക്ഷെ ഞങ്ങൾ ഇവിടെ കൂടുതൽ ഇതാണ് ഉണ്ടാക്കൽ. ഇപ്പോൾ മുട്ടൊന്നും പറ്റാത്തവർക്ക് തേങ്ങ ഇട്ടിട്ടും ചെയ്യാം കേട്ടോ. ടേസ്റ്റാണെന്നാണ് പറയുന്നത്, കേൾക്കുന്നത്. നമുക്കറിയില്ല, നമ്മളിങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അത് ഏകദേശം ആയി വന്നിട്ടുണ്ട്. നല്ലൊരു മണക്ക് വരുന്നുണ്ട്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കറിയാണ്, ഒരു തോരനാണ്. എല്ലാവർക്കും ഇഷ്ടമാണ്, കുട്ടികൾക്ക് വരെ ഒരുപാട് ഇഷ്ടമുള്ളൊരു തോരനാണ്. നല്ല ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എന്താണെങ്കിലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇനി നോമ്പൊക്കെ വരുന്നത്, അപ്പോൾ അത്താഴത്തിനൊക്കെ പറ്റിയ നല്ലൊരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു റെസിപ്പി നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.
പുതിയ നോട്ടിഫിക്കേഷൻ വേണ്ടി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.